ആ ഓപ്ഷൻ സ്വീകരിക്കാൻ അവർ എന്നാണ് തയ്യാറാവുക എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഒരു തലമുറയായി അംഗീകരിക്കാത്ത പല നഷ്ടങ്ങളും അംഗീകരിക്കുക എന്നതാണ് ഇപ്പോൾ ഏക പോംവഴി. മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. US വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ ശ്രമിക്കുന്നതിന് പകരം ഇറാൻ ഇപ്പോൾ റൺവേകൾ പിടിച്ചെടുക്കുകയാണ്. സ്ഥിതി വിവരക്കണക്കുകൾ പ്രകാരം അത് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. യുദ്ധത്തിന് മുമ്പ് ഏകദേശം 20 വ്യോമതാവളങ്ങളിൽ നിന്ന് അമേരിക്കക്ക് ഇറാനെതിരെ ആക്രമണം നടത്താൻ കഴിയുമായിരുന്നു. കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ജോർദാൻ എന്നീ ബേസുകൾ ഓരോന്നായി തകരുമ്പോൾ ആ സംഖ്യ ഏകദേശം 5 കുറഞ്ഞിരിക്കുന്നു. നൂറുകണക്കിന് വിമാനങ്ങൾ താവളങ്ങളിലെ ടാർ മാർക്കുകളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഇറാൻ അവയെ കണ്ടെത്താനും ആക്രമിക്കാനും എടുക്കുന്ന സമയം അവയെ അമേരിക്കക്ക് വായുവിലേക്ക് എത്തിക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ കുറവാണ്. കൂടുതൽ വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്തോറും അവ കൂടുതൽ ആക്രമിക്കപ്പെടുന്നു. ഈ യുദ്ധത്തിൽ ജോർദാൻ ഒരു ബദൽ താവളമാകേണ്ടതായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് ഒരാഴ്ചക്കുള്ളിൽ അവിടെ നടന്ന 4 ഇറാനിയൻ ആക്രമണങ്ങളിൽ നിരവധി ആളപായവും അനവധി വിമാനങ്ങൾക്ക് നാശനഷ്ടവും സംഭവിച്ചു. ഔദ്യോഗിക കണക്കുകളുമായി പൊരുത്തപ്പെടാത്ത നാശനഷ്ടങ്ങളുടെ കണക്ക് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അമേരിക്കൻ സേന ഇസ്രായേലിലേക്ക് പിൻവാങ്ങുകയാണിപ്പോൾ. ഈ പിൻവാങ്ങലിന് അതിൻ്റെതായിട്ടുള്ള വില നൽകേണ്ടതുണ്ട്. ഇസ്രായേലിലേക്ക് പിൻവാങ്ങുമ്പോൾ ഓരോ ടാങ്കർ വിമാനവും ഇപ്പോൾ ഇറാനിയൻ അതിർത്തിയിലെത്താൻ 1000 മൈലിലധികം സഞ്ചരിക്കണം. അറേബ്യൻ കടലിൽ 1700 മൈൽ അകലെ നിന്ന് വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പറന്നുയരുമ്പോൾ ഈ ദൂരം കൂടുതൽ വർദ്ധിക്കുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധത്തെ മറികടന്ന് ആക്രമിക്കാൻ ഇപ്പോൾ അമേരിക്കക്ക് വ്യോമ മേഖലയില്ല. അടിച്ചമർത്താൻ വില കുറഞ്ഞ ബോംബുകളില്ല. ക്രൂയിസ് മിസൈൽ ശേഖരം വളരെ വേഗം കുറഞ്ഞു വരികയാണ്. ഒരു തലമുറയായി അമേരിക്ക അംഗീകരിക്കാത്ത പല നഷ്ടങ്ങളും അംഗീകരിക്കുക എന്നതാണ് ഇപ്പോൾ ഏക പോംവഴി. ആ ഓപ്ഷൻ സ്വീകരിക്കാൻ അവർ എന്നാണ് തയ്യാറാവുക എന്നതാണ് ഇന്നത്തെ ചോദ്യം.